തിരികെ സ്വാഗതം. മൂലമറ്റത്ത് ഒറ്റപ്പെട്ടുപോയ കിടപ്പ് രോഗിയായ വയോധികയെ സാഹസികമായി രക്ഷിച്ച ഫയർഫോഴ്സ്. കനത്ത മഴയിൽ മലയിടിഞ്ഞ് റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയിരുന്നു. ദുർഘടമായ കാട്ടുവഴികളിലൂടെ സ്ട്രെച്ചറിൽ കിലോമീറ്ററുകളോളം ചുമന്നാണ് വയോധികയെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചത്. ശരണ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ആ സംഘം ആ യാത്ര നടത്തിയത് എന്നുള്ളത്. അവരെ ഈ പറയുന്ന ഈ നീരൊഴുക്കുകളും ഒക്കെ കടന്നുകൊണ്ട് ദുർഘടമായ പാതയിലൂടെയാണ് കൊണ്ടുവരികയും ചെയ്തത്. എങ്ങനെയാണ് ഈ സ്ത്രീ അവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വിവരം കൃത്യമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത്? എത്രത്തോളം വലുതായിരുന്നു ദൗത്യം? മാധു, വളരെ വലിയ ദൗത്യമാണ്, മാതൃകാപരമായിട്ടുള്ള രക്ഷാദൗത്യമാണ് ഫയർഫോഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഇട്ടിക്കാനം എന്നുള്ള സ്ഥലം, ആ സ്ഥലം ആദിവാസി മേഖലകൾ ആണ്. ആ ആദിവാസി മേഖലയിലേക്ക് പോകാനുള്ള ഏക മാർഗമെന്ന് പറയുന്ന ഒരു റോഡായിരുന്നു. ആ റോഡ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കനത്ത മഴയുണ്ടായിരുന്നു. ആ കനത്ത മഴയിൽ മലയിടിച്ചിലുണ്ടാകുന്നു. അങ്ങനെ മലയിടിച്ചിലിനെ തുടർന്ന് ഈ റോഡ് ഒഴുകിപ്പോയി. അങ്ങനെ അവിടേക്ക് പോകാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ആദിവാസി മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ രാവിലെ മൂലമറ്റത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരം ലഭിക്കുന്നത്. അവിടെ കിടപ്പ് രോഗിയായ ഒരു വയോധിക ഒറ്റപ്പെട്ട് കഴിയുകയാണെന്നുള്ള വിവരം ലഭിക്കുന്നു. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർക്ക് ഈ സ്ട്രോക്ക് വന്നിരുന്നു. അതിനെ തുടർന്നാണ് അവർ കിടപ്പ് രോഗിയായത്. അങ്ങനെ ഒരാൾ കഴിയുന്നുണ്ടെന്നുള്ള വിവരം ലഭിക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയൊരു ദൗത്യം ഫയർഫോഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ദുർഘടമായിട്ടുള്ള പാതയിലൂടെ, അതായത് ആ സ്ഥലത്തൂടെ പോകുന്നതോടൊക്കെ നമുക്ക് കാട്ടിലൂടെ പോകുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് അവർ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ വയോധികയെ സ്ട്രക്ചറിലാണ് തിരികെ ഈ ക്യാമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിജയകരമായി തന്നെ ആ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ വലിയ ആശ്വാസകരമായി മാറി ആ വയോധികയെ സംബന്ധിച്ചെന്നുള്ളതാണ്. കാരണം അവർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുകയായിരുന്നു. അവർക്ക് ആശ്വാസമായി ഈ ഫയർഫോഴ്സിൻ്റെ ദൗത്യം മാറുകയായിരുന്നു. ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും സംബന്ധിച്ചും വളരെ വലിയ, നമ്മൾ ഭയങ്കരമായി തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ പ്രകീർത്തിക്കേണ്ട ഒരു വിഷയമായിട്ട് അത് മാറുകയാണെന്നുള്ളതാണ്. കാരണം അത്ര കഠിനമായിട്ടുള്ളൊരു ദൗത്യമാണ് അവർ ഏറ്റെടുത്ത് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരണസാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, കാട്ടിലൂടെയും മലയിലൂടെയും ഒക്കെ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൂടെയാണ് ആ സംഘം കടന്നു പോകുന്നത്. അതും സ്ട്രെച്ചറിൽ ഈ വയോധികയെ എടുത്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഏത് ദുരിത മേഖലയിലും ദുരന്ത മേഖലയിലും നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഒരു അർപ്പണബോധം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എത്ര ബുദ്ധിമുട്ടേറിയ ദൗത്യത്തിനും പറ്റില്ല എന്നൊന്ന് അവർ പറയുന്നത് പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ്.